വിശ്വാസങ്ങളും തകർക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിനെതിരെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. പ്രതിഷേധത്തിന്റെ ഉദ്ഘാടനം തൃപ്രയാർ കപിലാശ്രമത്തിലെ തേജസ്വരൂപാനന്ദ സ്വാമി നിർവഹിച്ച് സംസാരിക്കുന്നു. തത്സമയത്തിലേക്ക് അവർക്ക് വേണ്ടി ഗുരുവായൂർ ദേവസ്വത്തിന്റെ മുഴുവൻ മാനുവലുകളും ഗുരുവായൂർ ദേവസ്വത്തിന്റെ നിയമസംഹിതകളും ദേവസ്വത്തിന്റെ വിജ്ഞാപനവും നിയമസംഹിതകളും ലംഘിച്ചുകൊണ്ട് ദേവസ്വത്തിൽ നിന്ന് അന്ന് 5 കോടി രൂപ സർക്കാരിന്റെ ഫണ്ടിലേക്ക് എന്ന് പറഞ്ഞു കൊടുത്തു. അത് പോട്ടെ, സമൂഹത്തിന് വേണ്ടി സമൂഹത്തിന് ദുരന്തം വന്ന സമയത്ത് സമൂഹത്തെ സഹായിക്കുന്നതിൽ ഒരു ഹിന്ദുവും പുറകോട്ട് നിൽക്കില്ല. സഹായിക്കുന്ന തുക എങ്ങനെയാണ് ചെലവഴിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടു. സഹായിക്കാൻ വേണ്ടി വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങളെ അഹമഹമികയെ സഹായിച്ചിട്ട് അത് അവിടെ എത്തിയെന്ന് നമുക്കൊക്കെ അറിയാം. നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്, കള്ളക്കണക്കുകൾ വായിക്കുന്നുണ്ട്. ദുരന്തത്തിൽ നിന്നും കൈയിട്ട് വരാൻ മടിയില്ലാത്ത രാഷ്ട്രീയ വൈതാളികന്മാരെ വേതാളങ്ങളെ നാടിനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് ക്ഷേത്രങ്ങളെയും ഭരിക്കുകയാണ്. അവർക്ക് കടപ്പാടുള്ളത്, അവർക്ക് പ്രതിബദ്ധതയുള്ളത് ക്ഷേത്രത്തിനോടോ വിശ്വാസത്തിനോടോ അല്ല. ഗുരുവായൂർ ദേവസ്വത്തില് ആരാകണം ചെയർമാനെന്നും ആരാകണം ഭരണകർത്താക്കളെന്നും നിശ്ചയിക്കുന്നത് അവിശ്വാസികളുടെ പടകൂടിയായ രാഷ്ട്രീയക്കാരും ഹൈന്ദവ വിരുദ്ധരായ മറ്റു പല മതസ്ഥരും കൂടിച്ചേർന്ന തീവ്രവാദികളും കൂടിച്ചേർന്ന ഒരു സംഘമാണ്. എല്ലാ രംഗത്തും അവരാണ് കൈയടക്കി വെക്കുന്നത്. അതിന്റെ തെളിവായി കുറച്ചു കാലങ്ങൾക്ക് മുമ്പ്, ഏതാനും 1-2 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഭക്തകവി പൂന്താനത്തിന്റെ പേരില് ഒരു ഉപഹാരം കൊടുക്കാൻ, ഒരു സമ്മാനം, പുരസ്കാരം കൊടുക്കാൻ ശ്രമിക്കുകയുണ്ടായി. അത് കൊടുക്കാൻ തീരുമാനിച്ചത് ഇടതുപക്ഷത്തിന്റെ വക്കാലത്തും വിരോധവുമായി നടന്നിരുന്ന ഒരു വ്യക്തി. കവി എന്നാണ് പേര്, എന്താ പേര് ഓർമ്മയുണ്ടോ? അദ്ദേഹം ഭഗവാൻ ശ്രീകൃഷ്ണൻ രുക്മിണി പാഞ്ചാലി ദ്രൗപദി ദേവിയുമായി പ്രണയിച്ചിരുന്ന കഥയും അവിഹിത ബന്ധത്തിന്റെയും കഥ എഴുതി അത് പ്രസിദ്ധീകരിച്ച് അതിന്റെ പേരില് ദേവസ്വം തീരുമാനിക്കുക അയാൾക്ക് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തില് പൂന്താനം പുരസ്കാരം നൽകണമെന്ന്. കൃഷ്ണ കൃഷ്ണ മൂന്ത ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹര എന്ന് നമ്മൾ ജപിക്കാറുള്ള നമുക്ക് ആ പൂന്താനം തിരുമേനിയുടെ പേരില് ഭഗവാനെ അവഹേളിച്ചും അവമാനിച്ചും കവിത എഴുതിയ ഒരു ടിയാന് ഉപഹാരം കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ അന്ന് ഇവിടുത്തെ ഹൈന്ദവ പ്രവർത്തകരെ സജീവമായി ഇടപെട്ട് അത് കൊടുക്കുന്നതിന് തലേ ദിവസമാണ് ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് അതിന് അനുമതി വാങ്ങാൻ സാധിച്ചത്. നമുക്ക് ഓർമ്മയുണ്ടാവും, അധികം കാലമായില്ല എന്ന് കഴിഞ്ഞിട്ട്. കഴിഞ്ഞ ഒരു ദിവസമാണ്, കുറച്ചു നാൾ മുൻപാണ് ദേവസ്വവുമായി ബന്ധപ്പെട്ട ദേവസ്വം ഓഫീസിലുള്ള ഹിന്ദു വിരുദ്ധരും തീവ്രവാദികളായ മുസ്ലിങ്ങളുടെ സ്വാധീനവും സഹായവും നാമധാരിത്വം പോലുമുള്ള ആളുകള് അവരുടെ സ്റ്റാഫിന്റെ വിരമിക്കലുമായി ബന്ധപ്പെട്ട് ഗുരുവായൂരപ്പന്റെ ഓഫീസിലെ ദേവസ്വം ഓഫീസിന്റെ ഉള്ളില് സെന്റ് ഓഫിന് ബിരിയാണി കൊടുക്കാണ്. വിതരണം ചെയ്യാൻ ഉദ്ദേശിച്ചത് ചിക്കൻ ബിരിയാണിയാണ്. ഭഗവാൻ നേദിക്കാനാണല്ലോ. ഇവരാണ് ദേവസ്വം ഭരിക്കുന്നത്. ഇവരാണ് ദേവസ്വത്തിന്റെ കയ്യാളന്മാര്. തൊട്ടടുത്ത് മാംസാഹാരം വിളക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോ ഹൈന്ദവ പ്രവർത്തകരെ മുന്നറിയിപ്പ് കൊടുത്തിട്ടും അതിനെതിരെ നടപടി സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. കാരണം എന്താ? അവരുടെ ആഗ്രഹം ഈ ക്ഷേത്രവും ഈ ആചാരവും ഈ സംസ്കാരവും നശിക്കണമെന്നാണ്. പരമാവധി ആളുകളുടെ സമ്പത്ത് നേടിയെടുക്കണമെന്നാണ്. അവിടെ കൂടെ നിൽക്കുന്നവരെ സഹായിക്കണമെന്നാണ്. ഗുരുവായൂർ അമ്പലത്തിന്റെ മുൻപിലുള്ള ഹോട്ടലിൽ പോയി നോക്കിയാല് നിങ്ങൾ ചിലപ്പോൾ അവിടെ കൃഷ്ണന്റെ ഫോട്ടോ ഒക്കെ കാണും. പക്ഷേ അത് മുഴുവൻ നടത്തുന്നത് മുസ്ലിം നാമധാരികളും മുസ്ലിം തീവ്രവാദികളുമായ ആളുകളുടെ വിനായി പണം ഉപയോഗിച്ചും അവരാ നിശ്ചയിക്കപ്പെടുന്ന ആളുകളുമായിട്ടാണ്. നിങ്ങൾ അവിടുന്ന് കഴിക്കുന്ന ഭക്ഷണത്തില് എന്താണ് പശുമാംസത്തിന്റെ കൊഴുപ്പ് ചേർത്തിട്ടാണോ നിങ്ങൾക്ക് സദ്യ ഒരുക്കി തരുന്നത്, ഭക്ഷണം ഒരുക്കി തരുന്നത് നമുക്ക് നിശ്ചയമൊന്നുമില്ല. ഇത് ഗുരുവായൂരുള്ള സാഹചര്യമാണ്, ഗുരുവായൂർ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ആചാരങ്ങളെ നശിപ്പിക്കുക, അനുഷ്ഠാനങ്ങളെ നശിപ്പിക്കുക, ഒരു സംസ്കാരത്തെ മുഴുവൻ ഇല്ലാതാക്കി തീർക്കുക, ഒരു സംസ്കാരത്തെ മുഴുവൻ അപമാനിക്കുക, നമ്മുടെ ഹൃദയവികാരങ്ങൾക്ക് മീതെ ചില തീവ്രവാദ ബന്ധങ്ങളുള്ള ചില മതങ്ങളുടെയും സംസ്കാരത്തെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് കരുതുന്ന രാഷ്ട്രീയക്കാരുടെയും ഒത്താശയോടെ ആചാരം നശിപ്പിക്കാൻ ആസൂത്രിതമായി പ്രവർത്തിക്കുക എന്നതാണ് ഈ സർക്കാരിന്റെയും അവർക്ക് വേണ്ടി കണ്ടാണിപ്പണി ചെയ്യുന്നവരുടെയും മുഖ്യ അജണ്ട.
കേരളത്തിലെ ഏറ്റവും ബൃഹത്തായ ഏറ്റവും അധികം ആളുകളെ അതിദിവ്യമായി കരുതുന്ന ശബരിമലയിലെ ശബരിമലയിൽ പോലും ആചാര ലംഘനം നടത്താൻ ഇവര് തയ്യാറായി. അതിനുവേണ്ടി നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും മറ്റും നിർത്തി അതിനുവേണ്ടി ബോധപൂർവം ആളുകളെ ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് പരിശീലിപ്പിച്ചുകൊണ്ട് അവിടേക്ക് കയറ്റാൻ ശ്രമിച്ചു. എങ്ങനെയെങ്കിലും അതിന്റെ വിശുദ്ധി നശിപ്പിക്കണം. കാരണം നമ്മുടെ നാട്ടിലെ ഏറ്റവും അധികം ആളുകള് ഏറ്റവും അധികം വ്രതശുദ്ധിയോടെ അങ്ങേയറ്റത്തെ ആദരവോടെ പോകുന്ന സ്ഥലമാണ് ശബരിമല ദേവസ്ഥാനം, ശബരിമല ക്ഷേത്രം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികളെ വ്യക്തമായും അതിന്റെ ശുദ്ധിയെയും ആചാരശുദ്ധിയെയും നശിപ്പിക്കാൻ ഒരുക്കൂട്ടുകയും ക്ഷേത്രാചാരങ്ങളും വിശ്വാസങ്ങളും തകർക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിനെതിരെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതിഷേധം അരങ്ങേറുകയാണ്.